ഇന്ത്യയിൽ ആദ്യ HMPV ഹ്യൂമൻ മെറ്റോ ന്യൂമറസ് വൈറസ് കേസ് ബാംഗ്ലൂരുവിൽ സ്ഥിരീകരിച്ചു. 8 മാസം പ്രായമുള്ള കുട്ടിക്കാണ് രോഗബാധ കണ്ടെത്തിയത്. കുട്ടി ഇപ്പോൾ ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശങ്കാജനകമായ കാര്യം കുഞ്ഞിന് വിദേശ യാത്രാ പശ്ചാത്തലമില്ല എന്നതാണ്. എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് പരിശോധിച്ചു വരികയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ചൈനീസ് വേരിയന്റ് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ല. സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് HMPV സ്ഥിരീകരിച്ചത്. കുഞ്ഞിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന തുടരുമെന്ന് കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു. അടുത്തിടെ HMPV, COVID-19, ഇൻഫ്ലുവൻസ എ, മൈക്രോപ്ലാസ്മ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ചൈനയിൽ അതിവേഗം പടരുന്നെന്നും ആശുപത്രികൾ രോഗികളാൽ നിറയുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ചൈന അറിയിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ശൈത്യകാലമായാലുള്ള സാധാരണ പ്രശ്നം മാത്രമാണിതെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ശ്വാസകോശത്തെയാണ് രോഗം ആദ്യം ബാധിക്കുക. 2001 ആദ്യമായി രോഗത്തെ തിരിച്ചറിഞ്ഞത്. ചുമ, പനി, മൂക്കടപ്പ്, ശ്വാസതടസ്സം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയ്ക്കും HMPV കാരണമാകും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായിലൂടെയുള്ള വൈറസ് വ്യാപനത്തിന് സാധ്യതയുണ്ട്. മാസ്ക് ധരിക്കുന്നതിലൂടെ രോഗവ്യാപനം ഒരു പരിധിവരെ തടയാം. രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കണം. ഇതുവരെ ഈ രോഗത്തിനായി ഒരു വാക്സിനും കണ്ടെത്തിയിട്ടില്ല. രോഗത്തെ തുടർന്നുണ്ടാകുന്ന ലക്ഷണങ്ങൾക്ക് വേണ്ട പരിചരണം മാത്രമാണ് നൽകാൻ സാധിക്കുകയുള്ളൂ. നിപ്പയും കൊറോണയും അതിജീവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഭയം വേണ്ട, ജാഗ്രത മതി.